തെരഞ്ഞെടുപ്പ് വിജ്ഞാപനം ഇറങ്ങുന്നതിന് മുമ്പ് തന്നെ ഏറ്റവും കൂടുതൽ ചർച്ച ചെയ്യപ്പെട്ട ഇടുക്കി ജില്ലയിലെ ഒരു മണ്ഡലമാണ് പീരുമേട് നിയോജക മണ്ഡലം. ഇടത് വലത് മുന്നണികളുടെ വിഷയങ്ങൾ നമ്മൾ അവിടെ നിന്നും എടുത്ത് ചർച്ച ചെയ്തിരുന്നു. ആദ്യഘട്ടം മുതൽ ഇടതുപക്ഷത്ത് ഉയർന്നു കേൾക്കുന്ന ഒരു പേര് കെ സലിംകുമാറിൻ്റെതാണ്. അതിനുശേഷം ഒരു വനിതാ പ്രവർത്തക വരുമെന്ന ഒരു സ്ഥിതി ഉണ്ടായിരുന്നു. പക്ഷേ ഇതിനൊക്കെ അപ്പുറത്തേക്കാണ് ഇപ്പോൾ വലിയ ഒരു മുന്നേറ്റം എന്ന രീതിയിൽ ഇടതുപക്ഷ പ്രവർത്തകർ ഇല്ലെങ്കിൽ CPI പ്രവർത്തകർ വലിയ ആവേശത്തിലേക്ക് തെരഞ്ഞെടുപ്പിനെ കാണുന്നു എന്നുള്ള തരത്തിലാണ് ഇപ്പോൾ പോസ്റ്റർ പ്രചരണമടക്കം ആരംഭിച്ചിരിക്കുന്നതെന്നാണ് മനസ്സിലാക്കാൻ കഴിയുന്നത്. കോൺഗ്രസിൻ്റെതായ മറ്റ് നടപടികൾ ഇപ്പോൾ സ്ഥാനാർത്ഥികളുടെ പേരുകളൊക്കെ പറയുന്നുണ്ടെങ്കിൽ പോലും കോൺഗ്രസിൻ്റെ ഭാഗത്തു നിന്ന് ആരാവും വരിക എന്നതിനെ സംബന്ധിച്ചൊന്നും വ്യക്തമായ ധാരണയും ഉണ്ടായിട്ടില്ല. UDFിൻ്റെ ചർച്ചകളും സീറ്റ് ചർച്ചകളും ആരംഭിച്ചിട്ടില്ല, ഇടതുപക്ഷത്തും ആരംഭിച്ചിട്ടില്ല. പക്ഷേ CPI പീരുമേട് നിയോജക മണ്ഡലം കഴിഞ്ഞ 20 വർഷക്കാലമായി കൈയടക്കി വെച്ചിരിക്കുന്ന ഇടതു കോട്ടയാക്കി നിലനിർത്തുന്ന പീരുമേട് നിയോജക മണ്ഡലത്തിൽ ഇത്തവണയും CPIയുടെ സ്ഥാനാർത്ഥി തന്നെ ഉണ്ടാകും ഇടത് സ്ഥാനാർത്ഥിയായി എന്ന് പ്രഖ്യാപിച്ചിരിക്കുകയാണ്. അതിൻ്റെ ഭാഗമായിട്ടാണ് പോസ്റ്റർ പ്രചരണം നടത്തിയിരിക്കുന്നതെന്നാണ് മനസ്സിലാക്കുന്നത്. ഷിനു വളകോട് നമ്മോടൊപ്പം ചേരുകയാണ്. ഷിനു, വലിയ ആവേശത്തോടെ ഒരു തെരഞ്ഞെടുപ്പിലേക്ക് കടക്കുകയാണോ? ഈ സ്ഥാനാർത്ഥികളുമായി ബന്ധപ്പെട്ട് മറ്റേതെങ്കിലും തരത്തിലുള്ള കാര്യങ്ങൾ നമുക്ക് വരുന്നുണ്ടോ? ഒരു വ്യക്തത ലഭിക്കുന്നുണ്ടോ? സലിംകുമാർ തന്നെയായിരിക്കുമോ മത്സര രംഗത്തേക്ക് എത്തുക? ഷിനു, ഇരു മുന്നണികളും സജീവമായി സീറ്റ് നിർണയ ചർച്ചകളിലേക്ക് കടന്നിരിക്കുമ്പോൾ ഇടുക്കി ജില്ലയിലെ തന്നെ CPIയുടെ ഏക സീറ്റായ പീരുമേട്ടിൽ അവർ ഒരു പടി കൂടി കടന്ന് ആ പോസ്റ്റർ പ്രചരണത്തിലേക്ക് കടന്നിരിക്കുകയാണ്. ഇടുക്കി ജില്ലയിലെ അയ്യപ്പൻകോവിലാണ് വ്യാപകമായി അവർ പോസ്റ്ററുകൾ പതിപ്പിച്ചിട്ടുള്ളത്. പതിറ്റാണ്ടുകളായി ഇടത് കോട്ടയാക്കി CPI നിലനിർത്തിയിരിക്കുന്ന പീരുമേട് ഇത്തവണ എങ്ങനെയും മണ്ഡലം നിലനിർത്തുക എന്നുള്ളത് ഇടതു മുന്നണിയെ സംബന്ധിച്ച് അഭിമാന പോരാട്ടമാണ്. ഇതിന്റെ ഉദാഹരണമാണ് ഈ പോസ്റ്റർ പതിപ്പിച്ചിട്ടുള്ളത്. സ്ഥാനാർത്ഥിയുടെ പേരോ മറ്റൊന്നോ പോസ്റ്റർ പറഞ്ഞിട്ടില്ല. ഇത്തവണ ഇടത് സ്ഥാനാർത്ഥിയായി CPIയുടെ ജില്ലാ സെക്രട്ടറി ആയിരിക്കുന്ന ശ്രീ KS സലീംകുമാറിന്റെ പേരാണ് ഏറെ സജീവമായി രംഗത്തുള്ളത്. ഇതോടൊപ്പം തന്നെ CPIയുടെ ഒരു വനിതാ നേതാവിന്റെ പേരും ഉയർന്നു കേൾക്കുന്നുണ്ട്. നിലവിൽ ഇത് UDFിൽ നിരവധി പേരാണ് സീറ്റ് മോഹവുമായി സ്ഥാനാർത്ഥി മോഹവുമായി ചരടുവലികളുമായി രംഗത്തുള്ളത്. ഇതിൽ നിന്ന് ഒരു പേരിലേക്ക് എത്തുക എന്നുള്ളത് UDFിനെ സംബന്ധിച്ച് ഏറെ ദുഷ്കരമായിരിക്കും. അത്തരത്തിലാണ്. എന്തായിരുന്നാലും പീരുമേട് നിയോജക മണ്ഡലത്തിൽ CPIയുടെ പ്രവർത്തകർ, പ്രാദേശിക പ്രവർത്തകർ അയ്യപ്പൻകോവിലിൽ പോസ്റ്ററുകൾ പ്രദർശിപ്പിച്ചു തുടങ്ങിയിരിക്കുന്നു എന്നുള്ളതാണ് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. തെരഞ്ഞെടുപ്പിനായി അവർ ഒരുങ്ങിയിരിക്കുന്നു എന്ന് യാതൊരു മടിയുമില്ലാതെ പറയുന്ന തരത്തിലേക്കുള്ള ഒരു കാഴ്ചയാണ് നമ്മൾ കണ്ടത്. ഇനി മറ്റു വാർത്തകളിലേക്ക് നോക്കാം.